ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ചില ആളുകളൊക്കെ പറയും ഇൻഡയറക്റ്റ് സ്പീച്ച് പഠിക്കുന്നത് വളരെ ടഫായിട്ടുള്ളൊരു കാര്യമാണ്, അത് ഈസി അല്ല എന്ന്. പക്ഷേ അങ്ങനെ പറയുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് പഠിക്കാൻ പോവുകയാണ്. അതിന് 3 സിമ്പിൾ റൂൾസ് മാത്രം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. എന്താണ് ഡയറക്റ്റ് സ്പീച്ച്, എന്താണ് ഇൻഡയറക്റ്റ് സ്പീച്ച്? ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഐ ആം ഹാപ്പി. ഞാൻ നിങ്ങളോട് പറയുന്നത് ഐ ആം ഹാപ്പി, അത് നിങ്ങളോട് ഞാൻ ഡയറക്റ്റായിട്ട് പറയുകയല്ലേ, അപ്പോൾ അതാണ് ഡയറക്റ്റ് സ്പീച്ച്. ഈ ഒരു കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ വേറൊരാളോട് പറയുന്നു. ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു ടീച്ചർ ഹാപ്പിയാണെന്ന്, ഇങ്ങനെ പറയില്ലേ? ഒരാളോട് നിങ്ങളത് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ഒരു കാര്യം അതേ വാക്കുകൾ തന്നെ അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു മെസ്സേജ് നിങ്ങൾ വേറൊരാളോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വേറൊരാളോട് പറയുന്നത് ആ എക്സാക്റ്റ് വേർഡ് തന്നെ ആവണമെന്നില്ല. അങ്ങനെ പറയുന്നതിന്, അങ്ങനെ വേറൊരാളോട് പോയി പറയുന്നതിനാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയാൻ കാരണം ഡയറക്റ്റായിട്ട് ഒരാൾ പറഞ്ഞ കാര്യം വേറൊരാളോട് പോയി പറയുകയല്ലേ, റിപ്പോർട്ട് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടീച്ചർ സെഡ് ഐ ആം ഹാപ്പി. ഇവിടെ ഐ ആം ഹാപ്പി എന്ന് എഴുതുമ്പോൾ ടീച്ചർ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളത് ഒരു ഡബിൾ കൊട്ടേഷൻ മാർക്കിലൊക്കെ ഇട്ടിട്ടാണ് പറയുന്നത്. ആ ടീച്ചർ പറഞ്ഞ എക്സാക്റ്റ് വേർഡ് തന്നെയാണ് അത്. ടീച്ചർ സെഡ് ഐ ആം ഹാപ്പി. ഇത് വേറൊരാളോട് പോയി പറയുമ്പോഴോ ടീച്ചർ സെഡ് ദാറ്റ് ഷീ വാസ് ഹാപ്പി. നോക്കൂ, എത്രയോ ചേഞ്ചസ് വന്നു അവിടെ ഒരു ഡബിൾ കൊട്ടേഷൻ മാർക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ആ വേർഡുകളൊക്കെ ഒന്ന് മാറ്റി. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് സ്പീച്ചിനെ നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചിലാക്കി മാറ്റാം. അങ്ങനെ മാറ്റുന്നത് എങ്ങനെയാണ്, അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കേണ്ട റൂൾസ് എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് പഠിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള റൂൾസ് ആണ്. ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ അത് ഡബിൾ കൊട്ടേഷൻ മാർക്കൊക്കെ ഇട്ടിട്ടാണ്. അതേസമയം ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കൊട്ടേഷൻ മാർക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ വേർഡ്സൊക്കെ നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നാണ് ഓരോന്നായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു റിപ്പോർട്ടിംഗ് വേർബ് വേണം. പലതരത്തിലുള്ള റിപ്പോർട്ടിംഗ് വേർബ്സ് ഉണ്ട്. വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന റിപ്പോർട്ടിംഗ് വേർബ്സ് ആണ് സേ, ടെൽ, ആസ്ക് എന്നൊക്കെ. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലിലാകുമ്പോൾ നമുക്ക് വേറെയും റിപ്പോർട്ടഡ് വേർബ്സ് ഒക്കെ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഇൻഫോം, മെൻഷൻ, സ്റ്റേറ്റ്, എക്സ്പ്ലെയിൻ, സജസ്റ്റ്, കൺഫേം, എഗ്രി, ഡിസഗ്രി, പോയിൻ്റ് ഔട്ട്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇന്ന് ഈ ഒരു പോർഷൻ കുറച്ചൊരു സിമ്പിൾ ആകുന്നതിന് വേണ്ടി നമുക്ക് സേ, ടെൽ, ആസ്ക് ഈ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന റിപ്പോർട്ടിംഗ് വേർബ്സ് ഉപയോഗിച്ച് തന്നെ എക്സാമ്പിൾസൊക്കെ പറയാം. സേ ആൻഡ് ടെൽ ഈ 2 റിപ്പോർട്ടിംഗ് വേർബ്സും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സേ സംതിങ് ആണ്, ടെൽ സംവൺ ആണ്. ടെൽ കഴിഞ്ഞിട്ട് ഒരു പേഴ്സൺ ആണ് വേണ്ടത്. ഇപ്പോൾ ഹീ സെഡ് മീ ഐ കുഡ് ഗോ, റോങ് സെൻറ്റൻസ് ആണ്. ഹീ ടോൾഡ് മീ ഐ കുഡ് ഗോ എന്നാണ് പറയേണ്ടത്. ഹീ ടോൾഡ് മീ, അവിടെ ടോൾഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ടെല്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ടോൾഡ്. സേ എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ സെഡ് അല്ല അവിടെ ഉപയോഗിക്കേണ്ടത്. ടോൾഡ് മീ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. ടോൾഡ് കഴിഞ്ഞിട്ട് സംവൺ ആണ് ഉപയോഗിക്കേണ്ടത്. സെഡ് കഴിഞ്ഞിട്ട് സംതിങ് ആണ് ഉപയോഗിക്കേണ്ടത്. ഐ ടെൽ യു, ഐ ടോൾഡ് യു, ഐ വിൽ ടെൽ യു. അല്ലാതെ ഐ സേ യു റോങ്, ഐ സെഡ് യു റോങ്, ഐ വിൽ സേ യു റോങ്. കാരണം യു എന്നത് ഒരു പേഴ്സൺ ആണ്. 3 ഡിഫറെൻറ്റ് റൂൾസ്, 3 സിമ്പിൾ റൂൾസ് പഠിക്കണമെന്ന് പറഞ്ഞില്ലേ, അതിൽ ആദ്യത്തെ റൂൾ എന്താ? ഒരു ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട റൂൾസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ റൂൾ ബാക്ക് ഷിഫ്റ്റിംഗ്. ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുക എന്നല്ലേ അർത്ഥം. ബാക്ക് ഷിഫ്റ്റിംഗ് ഓഫ് ടെൻസസിനെ ഒന്ന് ബാക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ് ആണ് പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുക, ഒന്ന് പിന്നിലേക്ക് മാറ്റുക. പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റുക. അപ്പോൾ ഒരു ടെൻസ് ഒന്ന് ബാക്കിലേക്ക് മൂവ് ചെയ്യുക എന്നാണ് അർത്ഥം. അതാണ് നമ്മുടെ
ആദ്യത്തെ റൂൾ. അപ്പോൾ ബാക്ക് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ടെൻസിനെ ഒന്ന് ബാക്കിലേക്ക് മൂവ് ചെയ്യുക എന്നതാണെന്ന് മാത്രം മനസ്സിലാക്കുക. നമുക്ക് എക്സാമ്പിൾസ് വളരെ ഈസി ആയിട്ട് പഠിക്കാം. ഇനി വേറൊരു റൂൾ പ്രോനൗൺസിനെ പറ്റിയുള്ളതാണ്. പ്രോനൗൺസ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതും ഒരു റൂൾ തന്നെയാണ്. പ്രോനൗൺസിനെ ചേഞ്ച് ചെയ്യുക എന്നത് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പ്രോനൗൺസ് ചേഞ്ച് ചെയ്യണം. അതും എക്സാമ്പിൾ കൂടി മനസ്സിലാക്കാം. പിന്നെ വേറൊന്ന്, ടൈം റെഫറൻസ് അതല്ലെങ്കിൽ പ്ലേസ് റെഫറൻസ് ഒക്കെ പറയുന്ന വാക്കുകളുണ്ടാവും. അതും ചേഞ്ച് ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ റൂൾസ് മനസ്സിലാക്കി ഇനി അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ചേഞ്ച് വരുന്നത് എന്നൊക്കെ നമുക്ക് എക്സാമ്പിൾ കൂടി മനസ്സിലാക്കാം. ആദ്യത്തെ ഒരു എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ. ജോൺ സെഡ് ഐ ആം ഹാപ്പി. ജോൺ സെഡ് ഐ ആം ഹാപ്പി. ഇത് ഒരു ഡയറക്റ്റ് സ്പീച്ചിലുള്ള സെൻറ്റൻസ് ആണ്. കാരണം ജോൺ പറഞ്ഞു, എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ ഡബിൾ കൊട്ടേഷനിൽ ഇട്ടിരിക്കുകയാണ്. ഐ ആം ഹാപ്പി, ഞാൻ ഹാപ്പിയാണ് എന്നാണ് ജോൺ പറഞ്ഞത്. ഇനി നമുക്ക് അത് വേറൊരാളോട് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക? അത് നമുക്ക് റിപ്പോർട്ടർ സ്പീച്ചിലാക്കിയിട്ട് വേണം പറയാൻ. അതെ, റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ന്യൂസ് റിപ്പോർട്ടേഴ്സൊക്കെ റിപ്പോർട്ട് ചെയ്യില്ലേ ന്യൂസ്, അതുപോലെ ആ ഒരു മെസ്സേജാണ് നമ്മൾ വേറൊരാളോട് പറയുന്നത്, അല്ലാതെ ആ എക്സാക്റ്റ് വേർഡ്സ് ആകണമെന്നില്ല. അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? ജോൺ സെഡ് ദാറ്റ് ഹീ വാസ് ഹാപ്പി. നോക്കൂ, ജോൺ സെഡ് ദാറ്റ് ഹീ വാസ് ഹാപ്പി. ഇവിടെ ദാറ്റ് എന്ന ഒരു ചെറിയൊരു വേർഡ് അവിടെ ഉപയോഗിച്ചു. ഇത് നമുക്ക് ഫോർമൽ സിറ്റുവേഷനിലൊക്കെ ഉപയോഗിക്കണം. ഇൻഫോർമലായിട്ടുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് വേണമെങ്കിൽ ദാറ്റ് ഒഴിവാക്കാം. ഫോർമൽ സിറ്റുവേഷനിൽ അത് എഴുതണം, അല്ലെങ്കിൽ അത് പറയണം. ജോൺ സെഡ് ദാറ്റ് ഹി വാസ് ഹാപ്പി. ജോൺ ഹാപ്പി ആണെന്ന് അവൻ പറഞ്ഞു എന്നല്ലേ അതിൻ്റെ മീനിങ്. അത് നമ്മൾ വേറൊരാളോട് പറയുന്നതാണ്. അപ്പോൾ കൊട്ടേഷൻ ഡബിൾ കൊട്ടേഷനിൽ ഇട്ടിരിക്കുന്നത് ഡയറക്റ്റ് സ്പീച്ചാണ്. പിന്നീട് പറഞ്ഞത് ദാറ്റ് എന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ഹി വാസ് ഹാപ്പി എന്ന് പറഞ്ഞില്ലേ, അത് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. അപ്പോൾ അതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഇവിടെ നോക്കൂ, ജോൺ സെഡ് ഐ ആം ഹാപ്പി എന്നത് സെഡ് ദാറ്റ് ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് ഐ എന്ന ഒരു പ്രോനൗണിനെ നമ്മൾ ചേഞ്ച് ചെയ്തു. കാരണം എന്താ? ജോൺ പറഞ്ഞു. ജോൺ പറഞ്ഞത് എന്താണ്? ഞാൻ ഹാപ്പിയാണ്. ഞാൻ എന്ന് പറയുന്നത് ജോണാണ്. അത് നമ്മൾ മറ്റുള്ള ആളുകളോട് പറയുമ്പോൾ ഞാൻ എന്നുപയോഗിച്ചാൽ കറക്റ്റ് ആവില്ലല്ലോ. അപ്പോൾ ജോണാണ് പറഞ്ഞത്. അവൻ പറഞ്ഞു. ജോൺ ഹാപ്പിയാണെന്ന് അവൻ പറഞ്ഞു. അവൻ ഹാപ്പിയാണെന്ന് ജോൺ പറഞ്ഞു. ജോൺ ഹാപ്പിയാണെന്ന്. അപ്പോൾ ഐ എന്നത് അവിടെ ജോൺ ആണ്. അപ്പോൾ നമുക്കവിടെ പ്രോനൗൺ ഹീ ഉപയോഗിക്കാം. ജോൺ സെഡ് ദാറ്റ് ഹീ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപയോഗിച്ചത് എന്താ? ആം ആയിരുന്നു. ഐ ആം എന്നാണ് ഉപയോഗിച്ചത്. പക്ഷേ നമ്മളിവിടെ വാസ് ആക്കി മാറ്റി. ആമിൻ്റെ പാസ്റ്റ് ടെൻസാണ് വാസ്. ടെൻസിനെ നമ്മളൊന്ന് ബാക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? പ്രസൻറ്റ് ടെൻസിനെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റി. ഐ ആം എന്നുള്ളത് ഹി വാസ് എന്നാക്കി മാറ്റി. അതാണ് ബാക്ക് ഷിഫ്റ്റിംഗ് ഓഫ് ടെൻസസ്. ഇനി ജോൺ സെഡ് ടു ആൻ. ആനിനോട് ജോൺ പറഞ്ഞു. എന്തു പറഞ്ഞു? ഐ ആം ഹാപ്പി. ഇത് നമുക്ക് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ജോൺ ടോൾഡ് ആൻ ദാറ്റ് ഹി വാസ് ഹാപ്പി. നോക്കൂ, ജോൺ ആനിനോട് പറഞ്ഞു അവൻ ഹാപ്പിയാണെന്ന്. ഇവിടെ ആൻ അതൊരു പേഴ്സൺ ആണ്. അപ്പോൾ നമ്മൾ ടോൾഡ് ആണ് ഉപയോഗിക്കേണ്ടത്. സെഡ് ഉപയോഗിച്ചാൽ കറക്റ്റ് അല്ല. ജോൺ ടോൾഡ് ആൻ. ജോൺ ടോൾഡ് ഹിസ് ഫ്രണ്ട് ദാറ്റ് ഹി വാസ് ഹാപ്പി. ഐ ആം ഹാപ്പി എന്നിടത്ത് ആം ആണ് വേർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ്. അതിനെ നമ്മൾ പാസ്റ്റ് സിമ്പിളിലേക്ക് മാറ്റി. പ്രസൻറ്റ് സിമ്പിൾ ആണെങ്കിൽ അതിനെ പാസ്റ്റ് സിമ്പിളിലേക്ക് മാറ്റുക. അതാണ് ബാക്ക് ഷിഫ്റ്റിംഗ്. ഷീ സെഡ് ഐ ആം ഹിയർ. അവൾ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടെന്ന്. ഇതെങ്ങനെ പറയും? റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ദർ. നോക്കൂ, ഷീ എന്നാക്കി മാറ്റി. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ദർ എന്നാക്കി മാറ്റണം. ഷീ വാസ് ദർ. ഷീ പ്രോനൗൺ മാറ്റി. ഐ എന്നത് ഷീ ആക്കി മാറ്റി. അതുപോലെ ആം എന്നുള്ളത് വാസ് ആക്കി, ബാക്ക് ഷിഫ്റ്റിംഗ്. പിന്നെ ഹിയർ എന്നുള്ളത് ചേഞ്ച് ചെയ്ത് ദർ എന്നാക്കി മാറ്റി. അതാണ് ടൈം റെഫറൻസ് അതുപോലെ പ്ലേസിൻ്റെ റെഫറൻസ് ഉള്ള വാക്കുകളൊക്കെ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞത്. ഹിയർ എന്നതിനെ നമ്മൾ ദർ എന്നാക്കി മാറ്റി. അങ്ങനെ ചില വാക്കുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. പ്രസൻറ്റ് സിമ്പിളിനെ പാസ്റ്റ് സിമ്പിളാക്കി മാറ്റി. ഇനി ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതിന് നമുക്ക്
പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ആവുന്നത് ബാക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ, ദേ സെഡ്, അവർ പറഞ്ഞു, വി ആർ ജോയിനിങ് എ ബാസ്കറ്റ്ബോൾ ടീം. ദേ സെഡ് വി ആർ ജോയിനിങ് എ ബാസ്കറ്റ്ബോൾ ടീം, ഞങ്ങളൊരു ബാസ്കറ്റ്ബോൾ ടീമിൽ ജോയിൻ ചെയ്യുകയാണ് എന്ന് അവർ പറഞ്ഞു. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ദേ സെഡ് ദാറ്റ് ദേ വർ ജോയിനിങ് എ ബാസ്കറ്റ്ബോൾ ടീം. നോക്കൂ, വി എന്നുള്ള ഒരു പ്രോനൗണിനെ മാറ്റി ദേ ആക്കി മാറ്റി. കാരണം ദേ അവർ ആണ് പറഞ്ഞത്, അപ്പോൾ ദേ. പിന്നെ ആർ ജോയിനിങ് എന്നതിനെ, അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്, അതിനെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ഫോമിലേക്ക് മാറ്റിയപ്പോൾ വേർ ജോയിനിങ്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കി മാറ്റുക. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുക. ദേ സെഡ് മൈ ഫ്രണ്ട്സ് ഹാവ് ലിവ്ഡ് ഹിയർ. എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ താമസിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. റിപ്പോർട്ടഡ് സ്പീച്ച്. ഇത് ഹാവ് ലീവ്ഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഹാവ് പ്ലസ് വേർബിൻ്റെ V3 ലീവ്ഡ്. ഇതിനെ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാം. ദേ സെഡ് ദാറ്റ് മൈ ഫ്രണ്ട്സ് ഹാഡ് ലീവ്ഡ് ഹിയർ. നോക്കൂ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസായി. ഹാഡ് ലീവ്ഡ് എന്നായപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാക്കി മാറ്റണം. ഹി സെഡ് ഐ ഹാവ് ബീൻ പ്രാക്ടീസിങ് ഹിയർ ഫോർ അവേഴ്സ്. അവൻ പറഞ്ഞു, ഞാനിവിടെ മണിക്കൂറുകളായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. അത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ പ്രാക്ടീസിങ് ദർ ഫോർ അവേഴ്സ്. നോക്കൂ, ഹാവ് ബീൻ പ്രാക്ടീസിങ് ഹാഡ് ബീൻ പ്രാക്ടീസിങ് ആയി മാറി. ഹിയർ എന്നുള്ളത് ദർ ആയിട്ട് മാറി. അതുപോലെ തന്നെ പ്രോനൗണിനും വ്യത്യാസം വന്നു. ഡയറക്റ്റ് സ്പീച്ചിൽ ഐ പ്രോനൗൺ, അതേസമയം റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഹി. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസിലെ പ്രസൻറ്റ് സിമ്പിൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എക്സാമ്പിൾസ് കഴിഞ്ഞു. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസ് നോക്കാം. ആദ്യം പാസ്റ്റ് സിമ്പിൾ ടെൻസിലെ ഒരു സെൻറ്റൻസ്. ഷീ സെഡ് ഐ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അവൾ പറഞ്ഞു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന്. ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ്. നോക്കൂ, പാസ്റ്റ് സിമ്പിൾ ടെൻസിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റി. പാസ്റ്റ് സിമ്പിൾ ടെൻസിനെ മൂവ് ചെയ്ത് ബാക്കിലേക്ക് കൊണ്ടുപോയപ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാണ് കിട്ടുന്നത്. അപ്പോൾ ഹാഡ് ഈറ്റൻ എന്നാക്കി മാറ്റി. മൈ ഫ്രണ്ട് സെഡ് ഐ സോ ദ മൂവി ലാസ്റ്റ് നൈറ്റ്. ഞാൻ ഇന്നലെ രാത്രി മൂവി കണ്ടു എന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. മൈ ഫ്രണ്ട് സെഡ് ഐ സോ ദ മൂവി ലാസ്റ്റ് നൈറ്റ്. സോ പാസ്റ്റ് സിമ്പിൾ ടെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് നോക്കാം. മൈ ഫ്രണ്ട് സെഡ് ദാറ്റ് ഹീ ഹാഡ് സീൻ ദ മൂവി ദ പ്രീവിയസ് നൈറ്റ്. നോക്കൂ, ലാസ്റ്റ് നൈറ്റ് എന്നതിനെ മാറ്റി പ്രീവിയസ് നൈറ്റ്. ഇതാണ് ടൈം റെഫറൻസിൽ വരുന്ന ഒരു ചേഞ്ച്. ലാസ്റ്റ് നൈറ്റ് എന്നതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ദ പ്രീവിയസ് നൈറ്റ് എന്നാക്കി മാറ്റുക. ഇനി മൈ ഫ്രണ്ട് സെഡ് ടു മീ, എന്നോട് പറഞ്ഞു എന്നാണെന്ന് വിചാരിക്കുക. ഐ സോ ദ മൂവി ലാസ്റ്റ് നൈറ്റ്. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ മൈ ഫ്രണ്ട് ടോൾഡ് മീ that he had seen the movie the previous night. നോക്കൂ, മൈ ഫ്രണ്ട് ടോൾഡ് മീ, ടോൾഡ് ഉപയോഗിച്ചു. അപ്പോൾ അവിടെ നമുക്ക് പേഴ്സൺ ആണ് ഉപയോഗിക്കേണ്ടത്. ടോൾഡ് സംവൺ അത് മറക്കണ്ട. അതുകൊണ്ട് തന്നെ മൈ ഫ്രണ്ട് ടോൾഡ് മീ എന്നുപയോഗിച്ചു. ഇനി ദ പ്രീവിയസ് നൈറ്റ് അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, ദ നൈറ്റ് ബിഫോർ എന്നുപയോഗിക്കാം. ലാസ്റ്റ് നൈറ്റ് എന്നതിന് ദ നൈറ്റ് ബിഫോർ. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഒരു സെൻറ്റൻസിനെ നമുക്ക് എന്ത് ചേഞ്ച് വരും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസായി മാറും. ഹീ സെഡ് ടു മീ ഐ വാസ് വർക്കിംഗ് ഇൻ ദ ഗാർഡൻ ഓൾ ആഫ്റ്റർനൂൺ. ഹീ സെഡ് ടു മീ ആണ്. അവൻ എന്നോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ആഫ്റ്റർനൂൺ മുഴുവൻ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് വർക്കിംഗ് ഇൻ ദ ഗാർഡൻ ഓൾ ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് മുഴുവൻ ആഫ്റ്റർനൂൺ മുഴുവൻ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. ഇവിടെ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കണം. അപ്പോൾ ഹീ ടോൾഡ് മീ ദാറ്റ് ഹീ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദ ഗാർഡൻ ഓൾ ആഫ്റ്റർനൂൺ. ഇവിടെ നമുക്ക് ഹീ ടോൾഡ് മീ ദാറ്റ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഹീ സെഡ് ടു മീ ദാറ്റ് അങ്ങനെയും ഉപയോഗിക്കാം. പക്ഷേ അത് ഗ്രാമാറ്റിക്കലി മിസ്റ്റേക്ക് അല്ല എങ്കിലും കോമൺ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഹീ ടോൾഡ് കഴിഞ്ഞിട്ട് മീ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. സെഡ് ഉപയോഗിക്കുകയാണെങ്കിൽ സെഡ് ടു മീ എന്ന് വേണം.
ഇനി അപ്പോൾ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നോക്കിക്കഴിഞ്ഞു. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. വളരെ നല്ല ഒരു കാര്യം എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ബാക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതിന് ഒരു ചേഞ്ചും വരില്ല. ഷീ സെഡ് ഐ ഹാഡ് ഫോർഗോട്ടൺ ടു ലോക്ക് ദ ഡോർ. ഞാൻ ഡോറ് അടയ്ക്കാൻ മറന്നുപോയിട്ടുണ്ട് എന്ന് അവൾ പറഞ്ഞു എന്നാണ്. ഷീ സെഡ് ഐ ഹാഡ് ഫോർഗോട്ടൺ ടു ലോക്ക് ദ ഡോർ. റിപ്പോർട്ടർ സ്പീച്ച് എങ്ങനെയാണ്? ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ഫോർഗോട്ടൺ ടു ലോക്ക് ദ ഡോർ. ഒരു ചേഞ്ചും ഇല്ല, ഹാഡ് ഫോർഗോട്ടൺ തന്നെ. ഇതുപോലെ തന്നെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുമ്പോഴും അവിടെയും ഒരു ചേഞ്ചും ഇല്ല. ഷീ സെഡ് ഷീ ഹാഡ് ബീൻ വർക്കിംഗ് ഫോർ മെനി അവേഴ്സ്. ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ വർക്കിംഗ് ഫോർ മെനി അവേഴ്സ്. ഇവിടെയും ബാക്ക് ഷിഫ്റ്റിംഗ് ഇല്ല. പക്ഷേ നമുക്ക് പ്രോനൗൺ മാറ്റണം. പ്രോനൗണിന് ചേഞ്ച് വരുന്നുണ്ട്. ഐ എന്നത് ഷീ എന്നാക്കി മാറ്റി. പാസ്റ്റ് ടെൻസും കഴിഞ്ഞു. ഇനി ഫ്യൂച്ചർ ടെൻസിൻ്റെ കാര്യം നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അത് പക്ഷേ വളരെ നല്ല ഒരു കാര്യം ഫ്യൂച്ചർ ടെൻസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഫ്യൂച്ചർ ടെൻസിൽ എപ്പോഴും വിൽ എന്നുള്ള ഒരു വാക്ക് വരാറുണ്ട്. 4 ഡിഫറെൻറ്റ് ഫ്യൂച്ചർ ടെൻസിലും ഫ്യൂച്ചർ സിമ്പിൾ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഇതിലൊക്കെ വിൽ എന്ന ഒരു വാക്ക് ഉണ്ട്. ഇതിനെ നമുക്കതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ വുഡിലേക്ക് മാറ്റിയാൽ മാത്രം മതി. അതുകൊണ്ട് വളരെ ഈസിയാണത്. My friend said to me, I will probably clean my car this weekend. ഞാൻ ഒരു പക്ഷേ എൻ്റെ കാറ് ഈ വീക്കെൻഡിൽ ക്ലീൻ ചെയ്യും എന്ന് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു എന്നാണ്. ഇവിടെ ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ് ആണ്. ഇതിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ച് മൈ ഫ്രണ്ട് ടോൾഡ് മീ ദാറ്റ് ഹീ വുഡ് പ്രോബബ്ലി ക്ലീൻ ഹിസ് കാർ ദാറ്റ് വീക്കെൻഡ്. നോക്കൂ, ചേഞ്ചസ് എവിടെയൊക്കെ വന്നു? പ്രോനൗൺ മാറ്റി നമ്മൾ. ഐ എന്നത് ഹീ എന്നാക്കി മാറ്റി. പിന്നെ വിൽ എന്നത് വുഡാക്കി മാറ്റി. പിന്നെന്താ? മൈ കാർ ഹിസ് കാർ എന്നാക്കി മാറ്റി. മാത്രമല്ല ദിസ് വീക്കെൻഡ് എന്നത് ദാറ്റ് വീക്കെൻഡ് എന്നാക്കി മാറ്റി. ഇതും റിപ്പോർട്ടർ സ്പീച്ച് വരുമ്പോൾ ചേഞ്ച് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. ദിസ് എന്നത് നമുക്ക് ദാറ്റ് എന്നാക്കി മാറ്റാം, അതല്ലെങ്കിൽ ദ എന്നാക്കി മാറ്റാം. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഹീ സെഡ് ഐ വിൽ ബി കുക്കിംഗ് ലേറ്റർ. ഐ വിൽ ബി കുക്കിംഗ് ലേറ്റർ. He said that he would be cooking later. He would be, will be എന്നത് would be എന്നാക്കി മാറ്റി. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിൽ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത് നോക്കൂ. She said I will have finished this work by 8 p.m. She said that she would have finished that work by 8 p.m. നോക്കൂ, ദിസ് വർക്ക് എന്നത് ദാറ്റ് വർക്ക് ആക്കി. നമുക്ക് ദ വർക്ക് എന്നും വേണമെങ്കിൽ പറയാം. ഇനി ഷീ വുഡ് ഹാവ് എന്നാക്കി മാറ്റി. ഐ വിൽ ഹാവ് എന്നാണ് ഡയറക്റ്റ് സ്പീച്ചിലുണ്ടായിരുന്നത്. അതിനെ നമുക്ക് ഷീ വുഡ് ഹാവ്, വില്ലിനെ മാറ്റി വുഡാക്കി. അതുപോലെ ഐ എന്നത് ഷീ ആക്കി മാറ്റി. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഷീ സെഡ് ഐ വിൽ ഹാവ് ബീൻ റണ്ണിങ് ഫോർ 3 hours by then. I will have been running for 3 hours by then. Reported speech. She said that she would have been running for 3 hours by then. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിരുന്നില്ലേ? ഇനി നമുക്ക് ചില കമാൻഡ്സ് അല്ലെങ്കിൽ റിക്വസ്റ്റ് അല്ലെങ്കിൽ ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്, അതും അല്ലെങ്കിൽ ഓർഡേഴ്സ്, ഇതൊക്കെ നമ്മൾ ഇംപെറേറ്റീവ് സെൻറ്റൻസസ് എന്നാണ് പറയുന്നത്. അത്തരം സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെയാണ് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുന്നത്? ഇനി നമുക്ക് അത്തരം എക്സാമ്പിൾസ് നോക്കാം. ഷീ സെഡ് ടു മീ ക്ലീൻ യുവർ റൂം. ഇതൊരു കമാൻഡാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ക്ലീൻ യുവർ റൂം. ഇവിടെ അതൊരു ഇംപെറേറ്റീവ് സെൻറ്റൻസ് ആണ്, അതൊരു കമാൻഡാണ്. അപ്പോൾ ഷീ ടോൾഡ് മീ ടു ക്ലീൻ മൈ റൂം. നോക്കൂ, യുവർ റൂം എന്നത് മൈ റൂം എന്നാക്കി മാറ്റി, കാരണം എന്നോടാണ് പറഞ്ഞത്. അപ്പോൾ ക്ലീൻ എന്നത് ടു ക്ലീൻ, അത് ഇൻഫിനിറ്റീവ് ഫോമിലേക്ക് മാറ്റി, ടു എന്ന് ചേർത്തു. ഹീ സെഡ് ടു ദം സ്റ്റോപ്പ് ടോക്കിംഗ്. ഇതൊരു ഓർഡറാണ്. അപ്പോൾ അത് റിപ്പോർട്ടർ സ്പീച്ച് ആക്കുമ്പോൾ ഹീ ഓർഡേർഡ് ദം ടു സ്റ്റോപ്പ് ടോക്കിംഗ്. നോക്കൂ, സ്റ്റോപ്പ് എന്നത് ടു സ്റ്റോപ്പ് എന്നാക്കി മാറ്റി. ഹീ സെഡ് ടു മീ.
ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ മീ. ഇത് എങ്ങനെ മാറ്റും? ഡോണ്ട് ഫോർഗെറ്റ്, അവിടെ ഡോണ്ട് എന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു റിമൈൻഡ് ചെയ്യലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹി റിമൈൻഡഡ് മീ നോട്ട് ടു ഫോർഗെറ്റ് ടു കോൾ ഹിം എന്ന് മാറ്റാം. ഇവിടെ റിമൈൻഡഡ് എന്ന് ഉപയോഗിച്ചു. ഇനി അതല്ലെങ്കിൽ ഹി ടോൾഡ് മീ നോട്ട് ടു ഫോർഗെറ്റ് ടു കോൾ ഹിം എന്നാക്കാം. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കും. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ് ആൻഡ് ടേൺ ഓഫ് യുവർ മൊബൈൽ ഫോൺസ്. നിങ്ങളവിടെ ഇരുന്നിട്ട് ആ മൊബൈൽ ഫോൺസൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഇവിടെ പ്ലീസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ അതൊരു റിക്വസ്റ്റാണ്. അതിനെ നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് ആക്കുമ്പോൾ നമുക്ക് റിക്വസ്റ്റഡ് എന്നും വേണമെങ്കിൽ ഉപയോഗിക്കാം. റിക്വസ്റ്റഡ് എന്നല്ലെങ്കിൽ നമുക്ക് ആസ്ക്ഡ് എന്നുപയോഗിക്കാം. ഹി ആസ്ക്ഡ് us ടു ടേക്ക് അവർ സീറ്റ്സ് ആൻഡ് ടു ടേൺ ഓഫ് അവർ മൊബൈൽ ഫോൺസ്. അവിടെ ആസ്ക്ഡ് എന്നുപയോഗിച്ചു. അതിന് പകരം റിക്വസ്റ്റഡ് ഉപയോഗിക്കാം. ഹി റിക്വസ്റ്റഡ് us ടു ടേക്ക് അവർ സീറ്റ്സ് ആൻഡ് ടു ടേൺ അവർ മൊബൈൽ ഫോൺസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുന്നത്? 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമുക്കതിനെ യെസ് നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഡു യു ഹാവ് എ കാർ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു കാർ ഉണ്ടോ എന്നല്ലേ. അപ്പോൾ നമുക്ക് യെസ് അല്ലെങ്കിൽ നോ എന്ന ആൻസർ പറയാനുള്ള ഓപ്ഷൻ ഉള്ളൂ അല്ലേ. യെസ് അല്ലെങ്കിൽ നോ. ആ കാർ ഉണ്ടെങ്കിൽ യെസ്, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല, നോ. അതേസമയത്ത് ഓപ്പൺ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. വിച്ച് കളർ ഈസ് യുവർ കാർ എന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ യെസ് അല്ലെങ്കിൽ നോ എന്ന ആൻസർ പറഞ്ഞാൽ കറക്റ്റ് ആവുമോ? ഇല്ല. അപ്പോൾ അതിനെ നമുക്ക് ഓപ്പൺ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആവുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ചില ക്വസ്റ്റ്യൻ വേർഡിലാവും. വിച്ച്, വാട്ട്, വെൻ, വൈ, ഹൗ, ഹൂ എന്നൊക്കെ. യെസ് നോ ക്വസ്റ്റ്യൻസ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? എന്തായാലും ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് റിപ്പോർട്ടിംഗ് വേർബ് നമുക്ക് ഉപയോഗിക്കേണ്ടത് സേ അല്ലെങ്കിൽ ടെൽ അല്ല, ആസ്ക് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു പ്രത്യേക വാക്കുണ്ട്, ഇഫ് അല്ലെങ്കിൽ വെദർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഹി ആസ്ക്ഡ് മീ ആർ യു ഫീലിംഗ് ഓക്കെ? ഇതൊരു യെസ് നോ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് റിപ്പോർട്ടർ സ്പീച്ചിലാക്കുമ്പോൾ ഹി ആസ്ക്ഡ് മീ, അവൻ എന്നോട് ചോദിച്ചു. ഇഫ് ഐ വാസ് ഫീലിംഗ് ഓക്കെ. നോക്കൂ, ആർ യു എന്നതിനെ മാറ്റി ഐ വാസ് എന്നാക്കി. അപ്പോൾ വേറെ ഒരു പ്രത്യേകത ഇവിടെ സംഭവിച്ചു. ഇവിടെ ആർ യു എന്നതിനെ നമ്മളാകെ വേർബ് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വന്നത് ക്വസ്റ്റ്യനിൽ. പക്ഷേ നമ്മൾ റിപ്പോർട്ടർ സ്പീച്ച് ആക്കിയപ്പോൾ ഐ വാസ് എന്നാണ് മാറ്റിയത്. സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് വേർബ് ഉപയോഗിച്ചത്. അതായത് ആ ക്വസ്റ്റ്യൻ ഫോം ആകുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു ഓർഡർ അല്ല. വേർബ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലേക്ക് മാറ്റി. വെദർ അല്ലെങ്കിൽ ഇഫ് ഐ വാസ് ഫീലിംഗ് ഓക്കെ എന്നാണ് ചോദിച്ചത്. ഐ വാസ് സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് വേർബ് ഉപയോഗിച്ചത്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ആകുമ്പോൾ അതാണ് ഓർഡർ. ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്ന ആ ഒരു വേർഡ് ഓർഡർ മാറ്റേണ്ടതുണ്ട്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മാത്രമല്ല റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഒരിക്കലും അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പാടില്ല. ഹി ആസ്ക്ഡ് മീ ഇഫ് ഐ വാസ് ഫീലിംഗ് ഓക്കെ. ഫുൾ സ്റ്റോപ്പാണ് വേണ്ടത് അവിടെ. ഇനി വേറൊരു സെൻറ്റൻസ്. ഹാവ് യു ബീൻ ലിവിങ് ഹിയർ ഫോർ ഇയേഴ്സ്? ഷീ ആസ്ക്ഡ് മീ. അവൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ കൊല്ലങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന്. ഹാവ് യു ബീൻ ലിവിങ് ഹിയർ ഫോർ ഇയേഴ്സ്. ഹാവ് യു ബീൻ ലിവിങ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണത്. അത് ഒരു ക്വസ്റ്റ്യൻ ഫോം ആണ്. ഇപ്പോൾ നമുക്കതിനെ റിപ്പോർട്ടർ സ്പീച്ച് ആക്കാം. ഷീ ആസ്ക്ഡ് മീ വെദർ അല്ലെങ്കിൽ ഇഫ് ഉപയോഗിക്കാം. വെദർ ഐ ഹാഡ് ബീൻ ലിവിങ് ദർ ഫോർ ഇയേഴ്സ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റി. പിന്നെ ഹാവ് യു ബീൻ എന്നത് ക്വസ്റ്റ്യൻ ഫോം ആയതുകൊണ്ടാണ് അങ്ങനെ. അതിൻ്റെ വേർഡ് ഓർഡർ അങ്ങനെ ആയത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. അതിനെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലേക്ക് മാറ്റണം. സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലേക്ക് മാറ്റി ഇല്ലെങ്കിൽ ഹാഡ് ഐ ബീൻ എന്നല്ലേ ഉപയോഗിക്കേണ്ടത്. ഇതിന് ഐ ഹാഡ് ബീൻ എന്ന് മാറ്റിയതിന് കാരണം സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വെദർ ഐ ഹാഡ് ബീൻ ലിവിങ് ഹിയർ ഫോർ ഇയേഴ്സ് എന്നത് ഹിയർ എന്ന വാക്കിനെ നമ്മൾ മാറ്റി ദർ എന്നാക്കി. അപ്പോൾ സബ്ജക്റ്റ് ആൻഡ് വേർബ് ഓർഡർ മാറ്റി
സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്തു. ഹാവ് യു എന്നത് മാറ്റി ഐ ഹാഡ് എന്നാക്കി. ആ ഓർഡർ മാറ്റണ്ട എങ്കിൽ ഹാവ് യു എന്നതിനെ ഹാഡ് ഐ എന്നല്ലേ മാറ്റേണ്ടത്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ഫോം ആയതുകൊണ്ടാണ് ഐ ഹാഡ് എന്ന് മാറ്റിയത്. ഇനി നമുക്ക് ഓപ്പൺ ക്വസ്റ്റ്യൻ വേർഡൊക്കെ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഹീ ആസ്ക്ഡ് മീ വേർ ആർ യു ഗോയിങ്. ഇത് ഒരു ഓപ്പൺ ക്വസ്റ്റ്യനാണ്, യെസ് നോ ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ അതിനെ എങ്ങനെയാണ് മാറ്റുന്നത്? ഹീ ആസ്ക്ഡ് മീ വേർ ഐ വാസ് ഗോയിങ്. നോക്കൂ, സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലേക്ക് മാറ്റി. അതുകൊണ്ടാണ് വേർ ഐ വാസ് എന്ന് ഉപയോഗിച്ചത്. ക്വസ്റ്റ്യൻ ഫോം ആയിരുന്നെങ്കിൽ വേർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് വേർബാണ്. ഇത് വേർ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് തന്നെ ഉപയോഗിക്കുക. വേർ കഴിഞ്ഞിട്ട് ആ പ്രോനൗൺ തന്നെ ഉപയോഗിക്കുക. ഷീ ആസ്ക്ഡ് മീ വാട്ട് വിൽ യു ബി ഡൂയിങ് ദിസ് ടൈം ടുമോറോ. വാട്ട് വിൽ യു ബി ഡൂയിങ് ദിസ് ടൈം ടുമോറോ. റിപ്പോർട്ടഡ് സ്പീച്ച് എങ്ങനെയാണ്? ഷീ ആസ്ക്ഡ് മീ വാട്ട് ഐ വുഡ് ബി ഡൂയിങ് ദാറ്റ് ടൈം ദ നെക്സ്റ്റ് ഡേ. നോക്കൂ, ടുമോറോ എന്നത് നെക്സ്റ്റ് ഡേ ആക്കി മാറ്റി. വിൽ യു ബി ഡൂയിങ് അത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് അതിൻ്റെ ഓർഡറൊക്കെ മാറ്റി നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആക്കി. അപ്പോൾ വാട്ട് ഐ വുഡ് ബി ഡൂയിങ്. ഷീ ആസ്ക്ഡ് മീ വാട്ട് ഐ വുഡ് ബി ഡൂയിങ് ദാറ്റ് ടൈം ദ നെക്സ്റ്റ് ഡേ. അതുപോലെ ദിസ് ടൈം എന്നുള്ളത് ദാറ്റ് ടൈം എന്നാക്കി മാറ്റി. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ഫോമിനെ സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലേക്ക് മാറ്റി. അതാണ് വാട്ട് ഐ വുഡ് ബി ഡൂയിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു സെക്ഷൻ തന്നെയുണ്ട്, മോഡൽ വേർബ്സ്. മോഡൽ വേർബ്സ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്നത്? അത് നമുക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് എക്സാമ്പിൾ പറയുന്നതാണ്. ഇപ്പോൾ ഹീ സെഡ് ഐ മേ ബി ലേറ്റ്. ഹീ സെഡ് ഐ മേ ബി ലേറ്റ്. റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഹീ സെഡ് ദാറ്റ് ഹീ മൈറ്റ് ബി ലേറ്റ്. മേ എന്നതിനെ മൈറ്റ് ആക്കി മാറ്റി. ഷീ സെഡ് ടു മീ ഐ വിൽ ബി ഹിയർ. I will be here. She told me that she would be there. നോക്കൂ, will എന്നത് would ആയി മാറി. She asked me, do you have to go to New York? നിങ്ങൾക്ക് ന്യൂയോർക്കിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന്. Do you have to go to New York? ഇതെങ്ങനെ പറയും? She asked me whether I had to go to New York. Have to എന്നത് ഹാഡ് ടു ആയി മാറി. മാത്രമല്ല വേറൊരു കാര്യം ഇവിടെ സംഭവിച്ചു. അതെന്താണ്? വെദർ എന്നുപയോഗിച്ചു. കാരണം അത് ഒരു യെസ് നോ ക്വസ്റ്റ്യൻ ആണ്. ഹീ സെഡ് യു മസ്റ്റ് സീ ദ ഡെൻറ്റിസ്റ്റ് നെക്സ്റ്റ് മന്ത്. ഹീ സെഡ് ദാറ്റ് അല്ലെങ്കിൽ ഹീ ടോൾഡ് മീ ദാറ്റ് ഐ മസ്റ്റ് സീ ദ ഡെൻറ്റിസ്റ്റ്. മസ്റ്റിന് ഒരു ചേഞ്ചും വന്നില്ല. ഇനി അങ്ങനെ പറയാം, അതല്ലെങ്കിൽ ഐ ഹാഡ് ടു ഉപയോഗിക്കാം. ഐ ഹാഡ് ടു സീ ദ ഡെൻറ്റിസ്റ്റ് എന്നുപയോഗിക്കാം. മസ്റ്റിൻ്റെ ഒരു പാസ്റ്റ് ടെൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഹാഡ് ടു. മസ്റ്റ് ഏകദേശം ഒരു ഹാവ് ടു എന്ന് പറയുന്നത് പോലെ തന്നെയല്ലേ, അതുകൊണ്ട് നമുക്ക് ഹാവ് ടുവിൻ്റെ പാസ്റ്റ് ടെൻസായ ഹാഡ് ടു ഉപയോഗിക്കാം അവിടെ. ഇനി മസിൻറ്റ് എന്നാണെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് ഫോം ആണെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കാം. ദ പോലീസ് ഓഫീസർ സെഡ് യു മസിൻ പാർക്ക് ഹിയർ. ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. ദ പോലീസ് ഓഫീസർ ടോൾഡ് മീ ദാറ്റ് ഐ മസിൻറ്റ് പാർക്ക് ദർ. ഹിയർ ദർ ആക്കി മാറ്റി. മസിൻറ്റ് എന്നതിന് ഒരു വ്യത്യാസവും വന്നില്ല. ഇനി ഷുഡ് എന്ന മോഡൽ വേർബാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനൊരു വ്യത്യാസവും വരില്ല. അത് ഓൾറെഡി ഒരു പാസ്റ്റ് ഫോം തന്നെയാണ്. ഷാൽ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഷുഡ്. അപ്പോൾ അതിന് ഒരു ചേഞ്ചും വരുത്തേണ്ട ആവശ്യമില്ല. ക്യാൻ ആണെങ്കിൽ കുഡ് ആക്കുക, മേ മൈറ്റ് ആക്കുക, വിൽ വുഡ് ആക്കുക, ഹാവ് ടു ഹാഡ് ടു ആക്കുക. മസ്റ്റിന് ഒരു പാസ്റ്റ് ടെൻസ് ഇല്ല. നമുക്ക് വേണമെങ്കിൽ മസ്റ്റ് എന്ന് തന്നെ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഹാഡ് ടു എന്നുപയോഗിക്കാം. He asked me, can you help me? He asked me whether I could help him. I could help him. നോക്കൂ, can you എന്നത് I could എന്നായി മാറി. ക്യാൻ്റെ പാസ്റ്റ് ടെൻസ് could ഉപയോഗിച്ചു. പിന്നെ can you എന്നത് ക്വസ്റ്റ്യൻ ഫോമാണ്. അപ്പോൾ could I എന്നല്ലേ, പക്ഷേ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലേക്ക് മാറ്റണം. അതുകൊണ്ട് I could എന്ന് മാറ്റി.
ഇനി മോഡൽ വേർബ് ഷുഡ് എന്നതിനൊരു മാറ്റം ഇല്ല എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ought to ഒരു മാറ്റവും ഇല്ല. മൈറ്റ് മാറ്റം ഇല്ല. കുഡ് വുഡ് ഒരു മാറ്റവും ഇല്ല. വി ഷുഡ് ടേക്ക് ദ ഡോഗ് ഫോർ എ ലോങ് വാക്ക്. ഷീ സെഡ് ദാറ്റ് വി ഷുഡ് ടേക്ക് ദ ഡോഗ് ഫോർ എ ലോങ് വാക്ക്. ഷുഡിനൊരു വ്യത്യാസവും വന്നില്ല. വുഡ് യു ഹോൾഡ് ദ ജാക്കറ്റ് ഫോർ എ മോമെൻറ്റ്? ഹീ ആസ്ക്ഡ് മീ. ഹീ ആസ്ക്ഡ് മീ വെദർ ഐ വുഡ്. വുഡ് യു എന്നത് ഐ വുഡ്. വെദർ ഐ വുഡ് ഹോൾഡ് ദ ജാക്കറ്റ് ഫോർ എ മോമെൻറ്റ്. This solution might work well, he said. He said that that solution might work well. മൈറ്റിന് ഒരു വ്യത്യാസവുമില്ല. ദിസ് സൊല്യൂഷൻ എന്നത് ദാറ്റ് സൊല്യൂഷൻ എന്നാക്കി മാറ്റി. വാട്ട് ഡു യു വാണ്ട്? ഷീ ആസ്ക്ഡ് മീ. ഷീ ആസ്ക്ഡ് മീ വാട്ട് ഐ വാണ്ടഡ്. നോക്കൂ വന്ന വ്യത്യാസം. വാട്ട് ഐ വാണ്ടഡ് എന്ത് ഈ വാണ്ടഡ് എന്ന് വന്നത് മനസ്സിലായില്ലേ? വാട്ട് ഡു യു വാണ്ട് എന്ന് ചോദിക്കുമ്പോൾ അത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അതിന് നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിനെ പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആക്കണം. അപ്പോൾ ഡിഡ് അല്ലേ, ഡു ഡിഡ് ആയി മാറും. ഡിഡ് ആൻഡ് വേർബ് അവിടെ വാണ്ട് ആണ്. അത് ക്വസ്റ്റ്യൻ ഫോമിലാണ് ഡിഡ് യു വാണ്ട് എന്നൊക്കെ വരുന്നത്. പക്ഷേ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഫോം ആയതുകൊണ്ട് വാട്ട് യു വാണ്ടഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫോമിൽ, അപ്പോൾ വാണ്ടഡ് എന്ന് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ റൂൾസിനൊക്കെ ചില എക്സെപ്ഷൻസ് നോക്കാം. നമ്മൾ ഉപയോഗിച്ച സെൻറ്റൻസുകളിലെല്ലാം കുറച്ചൊരു സിമ്പിൾ ആകുന്നതിന് വേണ്ടി സെഡ്, ടോൾഡ്, ആസ്ഡ് എന്നൊക്കെയാണ് ഉപയോഗിച്ചത്. സെഡ് എന്ന് പറഞ്ഞാലും ആസ്ഡ്, ടോൾഡ് എന്നൊക്കെ പറയുന്നതൊക്കെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ റിപ്പോർട്ടിംഗ് വേർബ് നമ്മൾ ഉപയോഗിച്ചതെല്ലാം പാസ്റ്റ് ടെൻസിലാണ്. ഇനി അത് പ്രസൻറ്റ് ടെൻസ് ആയിക്കൂടെ? സേ എന്നത് സെയ്സ് ആവാം, സെഡ് എന്നത് സെയ്സ് എന്നാകാം. അങ്ങനെ റിപ്പോർട്ടിംഗ് വേർബ് സെയ്സ് എന്നാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ സേ എന്നാണ് വരുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിൽ വിൽ സേ എന്നാണ് വരുന്നതെങ്കിലൊക്കെ നമുക്ക് ഈ ഡബിൾ കൊട്ടേഷൻ മാർക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ടെൻസ് ബാക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോനൗൺസ് ഒക്കെ നമുക്ക് മാറ്റാം. ടെൻസ് ബാക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ടെൻസ് അതുപോലെ തന്നെ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഹീ സേയ്സ് ഐ ആം ഹാപ്പി. ഇതെങ്ങനെ പറയുന്നത്? ഹീ സേയ്സ് ദാറ്റ് ഹീ ഈസ് ഹാപ്പി. കാരണം ടെൻസ് മാറ്റിയില്ല. ഹീ ആയതുകൊണ്ട് ഈസ് ഉപയോഗിച്ചു. ഐ ആം എന്നാണ് ഉപയോഗിച്ചത്. പക്ഷേ ഹീ സബ്ജക്റ്റ് ആയപ്പോൾ ഹീ ഈസ്. പക്ഷേ ടെൻസ് മാറ്റിയില്ല. ഇതുപോലെ തന്നെയാണ് ഒരു മാറ്റവും ഇല്ലാത്ത ഒരു കാര്യമുണ്ട്. യൂണിവേഴ്സൽ ട്രൂത്ത്, അതുപോലെ തന്നെ ജനറൽ ട്രൂത്ത് ഒക്കെ പറയുമ്പോൾ നമുക്ക് ടെൻസ് മാറ്റേണ്ട ആവശ്യമില്ല. ദ ടീച്ചർ സെഡ്. ഇവിടെ പാസ്റ്റ് ടെൻസിലാണ് റിപ്പോർട്ടിംഗ് വേർബ് സെഡ്. ദ ടീച്ചർ സെഡ്. ദ സൺ റൈസസ്. ദ ടീച്ചർ സെഡ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. സൺ എപ്പോഴും കിഴക്ക് ഉദിക്കുന്നു, അതിനൊരു മാറ്റവുമില്ല. അപ്പോൾ നമുക്കവിടെ ടെൻസ് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ദ ടീച്ചർ സെഡ് ദാറ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അവിടെ ദ സൺ റോസ് എന്ന് പറയേണ്ട കാര്യമില്ല, അത് തെറ്റാണ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പ്ലേസ് റെഫറൻസ്, അതുപോലെ ടൈം റെഫറൻസ് ഒക്കെ വരുമ്പോൾ അതിൽ ചില ചേഞ്ചസ് വരുത്തണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ആ ചേഞ്ചസ് വരുന്നത് എന്ന് നോക്കൂ. അപ്പോൾ ഈ റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ലെസൺ ഒന്നുകൂടി നോക്കുക. അപ്പോൾ തീർച്ചയായും ആ റൂൾസൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലെസൺ വളരെ ഈസി ആയിരിക്കും. എന്ന് നോക്കാം.